ഇപ്പോൾ ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ പ്രസ് മീറ്റ് എല്ലാവരും കണ്ടതാണ്. അതിലൊക്കെ തന്നെയും മാധ്യമങ്ങളൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ എൻ്റെ പേര് പറയുന്നില്ലല്ലോ, നടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ സ്ത്രീ ആയിക്കോട്ടെ അവരാരും എൻ്റെ പേര് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അതേപോലെ തന്നെ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ പറയുന്നത്. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹം അതൊരു പുകമറയായി നിർത്തിയിട്ട് അതിലെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാമോ ആ ഒരു രീതിയിലായിരുന്നു ആ പ്രസ് മീറ്റ് അടക്കം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതായാലും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബാലാവകാശ കമ്മീഷനിൽ അടക്കമാണ് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെയാണ് അങ്ങ് അതിനെ നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം നമ്മൾ ആലോചിക്കുക, കേരളീയ പൊതുസമൂഹം മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് അയാള് പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് വിങ്ങും മഹിളാ കോൺഗ്രസും മുതിർന്ന നേതാക്കളെ ഒറ്റക്കെട്ടായിട്ട് ഈ മനുഷ്യന്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. പേര് പറഞ്ഞില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഒരു ഗതികേടെന്ന് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഗൾഫ് ആസ്ഥാനമായി UAE പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യകാരി, UAE ജോലി ചെയ്യുന്ന ഒരു സാഹിത്യകാരി ഇയാളുടെ പേര് സഹിതം ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ച് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ലൈവായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിലുമുണ്ട്. ഗൾഫിൽ നിന്നുള്ള മലയാളി മാധ്യമങ്ങളോട് അവർ നേരെ സംസാരിക്കുകയും ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറവൂർ സ്വദേശിയായ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള റിനി ജോർജ് എന്ന് പറയുന്ന മുൻ മാധ്യമപ്രവർത്തക നടിയും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും അവരുടെ സംസാരത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കി പറയോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു മറുപടിയും പറഞ്ഞില്ല. ഇദ്ദേഹമാണെന്നുള്ളവരും വ്യക്തമായ സൂചന നൽകി മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു ശരം തന്നെ ഒരു വലിയൊരു ഒഴുക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഏറ്റവും ക്രൂരമായ രീതിയിൽ ഈ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതേ ഒരു മാധ്യമപ്രവർത്തകയെ വിവാഹം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരന്തരമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ഒന്നിൽ കൂടുതൽ തവണ ഗർഭിണിയാക്കി എന്നാ പറയുന്നത്. 4 മാസം പ്രായമുള്ള ഭ്രൂണഹത്യ ചെയ്ത് ആ ഗർഭമലസിപ്പിച്ച് ആ പെൺകുട്ടിയെ തീരാ ദുഃഖത്തിലേക്ക് താഴ്ത്തിവിട്ട അവരുമായിട്ട് നടത്തുന്ന അയാൾ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഓഡിയോ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞു. പിന്നെ ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഒരു ഏകാധിപത്യ നാടിൽ പോലും അങ്ങനെ സംഭവിക്കത്തില്ല. ഇപ്പൊ കർണാടക മുൻ മുഖ്യമന്ത്രി നമ്മുടെ കുമാരസ്വാമിയുടെ മകൻ പ്രജുൽ രമണ്ണ ഈ രീതിയിലൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച് വിദേശത്തേക്ക് കടന്ന് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിപ്പോ ജയിലിൽ അയാള് ജീവപര്യന്തം ശിക്ഷയിൽ അയാള് ജയിലിലേക്ക് അടച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് നാളുകൾ മാത്രമേ ഉള്ളൂ. അയാളെ ജാമ്യാപേക്ഷ പോലും തള്ളി. അതിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് ക്രൂരം ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ആ നിയമ നടപടിയിലേക്ക് അയാൾ കടക്കാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പം ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകൻ അയാൾക്കെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ ഭ്രൂണം നശിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഗർഭഛിദ്രം നടത്തി നിർബന്ധിച്ചു എന്നുള്ള പേരിൽ ആ ഒരൊറ്റ കാര്യം മതി ഇയാൾ ജയിലിൽ പോകാനായിട്ട്. തന്നെയുമല്ല, ഈ മനുഷ്യനെ സംബന്ധിച്ചോട് നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പൊടുന്നനെ ഉദിച്ചുയർന്ന ഒരു വ്യക്തിയാണ്. ഇയാളെ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു? ഈ മനുഷ്യന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന കാലത്തും അടൂരിൽ നിന്നും പാലക്കാട് എത്തി MLA ആയതിനെ കുറിച്ചൊക്കെ ഒരുപാട് ദുരൂഹതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇദ്ദേഹത്തിനെ കൈയഴിച്ച് സഹായിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും VD സതീശനും പാലക്കാട് മുൻ MLA ഇപ്പോഴത്തെ വടകര MP-യുമായ ഷാഫി പറമ്പിലാണെന്നുള്ളവരും വളരെ വ്യക്തമായിട്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർക്കെതിരെ പോലും നടപടി സ്വീകരിക്കാൻ മടിക്കുന്നത് കോൺഗ്രസ് പാർട്ടി? അവരെയും കേരളത്തിലെ ജനങ്ങളും വിചാരണ ചെയ്യണ്ടേ? അവരും കുറ്റവാളികളല്ലേ? ഒരു കുറ്റവാളിക്ക് വേണ്ടി പിന്തുണ കൊടുത്ത് അയാളെ പരിപോഷിക്കുന്ന ആളുകളെ കുറ്റവാളികൾ തന്നെയാണ്. അതിനുള്ള ശിക്ഷ ജനങ്ങൾ കൊടുക്കും. സംശയ കാര്യത്തിൽ അത് പറവൂരിലും ഈ ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വരുവാണെങ്കിൽ പാലക്കാടും ജനങ്ങൾ ആ ശിക്ഷ വോട്ടെടുപ്പിലൂടെ നൽകുന്ന കാര്യം യാതൊരു തർക്കമില്ല. അവരും ഒരു കറുത്ത മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വല്ലാത്ത രീതിയിൽ എളിഫറായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ഗതികേട് കൊണ്ട് മാത്രം. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഏറ്റവും അത്ഭുതം നമ്മളതല്ല, കേരളത്തിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ നല്ല പ്രവർത്തകരുണ്ട്. ആ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അടിയും വെളിയും കൊണ്ട് വെയിലത്തും ജലപീരങ്കിയൊക്കെ ഏറ്റവും സമരങ്ങൾ നടത്തി നേതാക്കന്മാരായ നിരവധി പേരെ ഒന്നുമല്ലാതാക്കി മൂലക്കിരുത്തിക്കൊണ്ടാണ് ഈ മനുഷ്യനെ തലപ്പത്ത് കൊണ്ടുവന്നത്. അതൊക്കെ വലിയ തെറ്റല്ലേ? കുറ്റകരമായ സാരലബ്ധിയല്ലേ അയക്ക് നേടിക്കൊടുത്തത്? അത് പൊടുന്നനെ ഈ ഊതി വീർപ്പിച്ച ഈ വ്യാജ ഇമേജ്, ഈ വ്യാജ വ്യക്തി പൊടുന്നനെ ഒന്നുമല്ലാതെ കണ്ട് 24 മണിക്കൂറിനുള്ളിൽ അസ്തമിച്ചു പോയെന്നുള്ളതാണ് ഇനി കേരളം കാണുന്നത്. ഇനി കേരളത്തിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു ഭാവിയില്ല. അങ്ങനെ ആരെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായ രീതിയിൽ വിലയിരുത്തും. അത് യാതൊരു തർക്കമില്ല. ഇതൊരു പാഠമാണ് ഏത് സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്ത് രീതിയിലും ആകാം. പക്ഷേ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സ്ത്രീവേട്ട നടത്തി ഇപ്പൊ പുറത്തു വരുന്ന വേറൊരു വാർത്തയുണ്ട്. വേറൊരു വിഷ്വൽ മീഡിയ കേരളത്തിലെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു മുൻ MP-യുടെ മകളെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു. ഒടുവിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട MP-യുടെ മകളെ ആ കാരണം കൊണ്ട് വിവാഹം കഴിക്കാതെ കൊണ്ട് തഴഞ്ഞു. അതിനെതിരെ ആ MP മകള് ഹൈക്കമാൻഡിലേക്ക്
പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇയാൾ ആരാണ്? ഇയാൾ കേരളം മൊത്തം നടന്ന സ്ത്രീകളെ ഉപദ്രവിക്കുക, അതും വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുക. ഇയാളുടെ കളിപ്പാട്ടമാണോ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്? കോൺഗ്രസിലെ തന്നെ മുതിർന്ന പല നേതാക്കളുടെയും അറിയപ്പെടുന്ന നേതാക്കളുടെയും ഭാര്യമാരെയും അവരുടെ മക്കളെയും ഇയാൾ ഉപദ്രവിച്ചതായിട്ട് തന്നെ ആ നടി പുറത്തു വിട്ടിരിക്കുന്നു. എത്ര ഭീകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയെ പോലെ ഇങ്ങനെ രാഷ്ട്രീയതാവിനെ കുറിച്ച്, ഉത്തരേന്ത്യയിലേക്ക് മാഫിയകളുണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. കാരണം ഉത്തരേന്ത്യക്കാർക്ക് പൊതുവെ സ്ത്രീകളോടൊരു മാന്യത കാണിക്കും. കേരളത്തിന് വെളിയിലൊക്കെ ഉള്ളത് സ്ത്രീകളോട്, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ എപ്പോഴും അവർ മാനിക്കും. അതിനുപോലും ഒരു മര്യാദ കാണിക്കാതെ കണ്ട് ഈ വേട്ടക്കാരൻ കേരളത്തിൽ ഉടനീളം നടന്ന് തന്നെ വലവീശി പിടിച്ച് പെൺകുട്ടികളെ നിർദ്ദയം നശിപ്പിച്ചു കളയുന്ന ഇയാളെ ജയിലിലേക്കായിരിക്കും അയാളുടെ ഇനി ആളുകളിലെ യാത്ര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള. കാരണം അതിനുള്ള തെളിവുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ റെജി ലൂക്കോസ് അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.